ഹലോ, സൂയിസ് കോസി ലൈഫ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കിട്ടിയ നേച്ചേഴ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ചെടി ഞാൻ മാറ്റി നടുന്നതാണ് ഇന്നത്തെ വീഡിയോ. മണ്ണ് നല്ല ഉണക്ക മണ്ണായിരുന്നു. അതാണ് ആദ്യം കുറച്ച് വെള്ളം നനച്ച് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കട്ടെ, എന്നാലേ പിന്നെ ഇത് എടുക്കാൻ പറ്റുള്ളൂ. വേണ്ട, ഈ ചെടിയാണ് എനിക്ക് കിട്ടിയത്. ഇതെങ്ങനെ മുളച്ചു എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരു ടേബിൾ റോസ് നട്ടിരുന്ന ചട്ടിയിൽ നിന്നാണ് ഇത് മുളച്ചു വന്നത്. അപ്പം എന്തായാലും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കോളിയസ് ആണ്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിന് വയലറ്റ് തണ്ടും ഒരു പച്ച ഇലയും കൂടെ ഉള്ളതായിരുന്നു. അപ്പം ഞാൻ ഇലയിലേക്കും ചെറിയൊരു വയലറ്റ് പടർപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വലുത് ഇത് നല്ലോണം ഒന്ന് ബുഷി ആയിട്ട് വളർന്നു വരാൻ നേരത്ത് നല്ലൊരു രസം ഉണ്ടായിരിക്കും തോന്നിയായിരുന്നു. അതൊന്ന് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടാന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി നട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടിയൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒടിച്ചു കൂത്തിയാൽ തന്നെ പെട്ടെന്ന് പിടിച്ചു വരുന്ന ചെടിയാണ്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ തലഭാഗവും കടഭാഗവുമായിട്ട് ഞാൻ മുറിച്ചിട്ട് ആ ചട്ടിയിലേക്ക് വെച്ചു കൊടുത്തത്. ഒരു 1-2 ദിവസം ചിലപ്പോൾ ചെറിയൊരു വാടലുണ്ടായിരിക്കും. ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ചട്ടി നല്ലോണം പിടിച്ചൊക്കെ വന്നോളൂ. ഓക്കെ, അപ്പം ഞാൻ തലഭാഗം നട്ട് കഴിഞ്ഞപ്പോൾ വേര് നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ചട്ടിയിലും ആയിരുന്നല്ലോ. അപ്പം പിന്നെ ഇതിൻ്റെ വേര് നന്നായിട്ട് ഇറങ്ങിയത് കൊണ്ട് പിന്നെ വേര് കുറച്ചൊന്ന് മുറിച്ച് കളഞ്ഞ് എന്നിട്ട് ബാക്കിയുള്ളത് ഇതിനകത്ത് നട്ട് വെക്കാമെന്ന് അങ്ങനെ വിചാരിച്ചു. അപ്പം അങ്ങനെ നട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ആദ്യം കുറച്ച് വെള്ളം നനച്ച് മണ്ണ് നനച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇച്ചിരി ചെടിക്ക് ഒന്ന് പിടിക്കാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് അതൊന്ന് മാറ്റി വെക്കണം. അപ്പം നല്ല ചട്ടി നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അപ്പം അതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ ചെടി കോളിയസാന്നും പറഞ്ഞിട്ട് എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേയൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ ഈ ലൈം ഗ്രീൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ കണ്ടില്ല. എന്തായാലും ഒന്ന് പിടിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം ഇതെങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബൈ.